പ്രിയദർശിനി ബസ്സിൽ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ടും നമുക്കാണെങ്കിൽ ഒരു 200 രൂപ ചെലവ് വരും. സൂര്യകാന്തി പാടവും മുന്തിരിത്തോട്ടവും പിന്നെ കാടിനുള്ളിലെ ഹിമവത് ഗോപാൽസ്വാമി പേട്ടയും കണ്ടിട്ട് തിരിച്ചു വരാം. ഇവിടെയൊക്കെ പോയിട്ട് തിരിച്ചു വരാനേ ഒരു ദിവസം മാത്രം മതി. അപ്പോൾ വിട്ടാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കോടമഞ്ഞ് മൂടിയ താമരശ്ശേരി ചുരം കയറിയിട്ടാണ് പോകുന്നത്. മഴ കുറച്ച് കുറവുണ്ടെങ്കിലും കോടമഞ്ഞിനും തണുപ്പിനും ഒന്നും ഒരു കുറവുമില്ല. വയനാട്ടിലും കോടമഞ്ഞിന് ഒരു കുറവുമില്ല. അങ്ങനെ നമ്മൾ സുൽത്താൻ ബത്തേരി പഴയ ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്നാണ് ഗുണ്ടിൽപേട്ടയിലേക്കുള്ള ബസ്സുകളൊക്കെ പോകുന്നത്. നമ്മൾ രാവിലെ 9 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട്. 10 മണിക്കാണ് നമുക്ക് പോകാനുള്ള ബസ്. ഈ കാണുന്ന ആളുകളെയൊക്കെ കണ്ടോ? ഇവരെല്ലാം പ്രിയദർശിനി ബസ്സിനകത്തെ ഗുണ്ടിൽപേട്ടയിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് ഇതാ വന്നിട്ടുണ്ട്. സാധാരണ ശനി ഞായർ ദിവസങ്ങളിൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കിംഗ് ഡേയിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ദിവസവും ഇതേപോലെ തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. ഇത് പ്രിയദർശിനി ബസ് ആയതുകൊണ്ട് സ്ത്രീകൾ തന്നെയാണ് കയറാനുള്ളത്. ഞാൻ എന്തായാലും ഫ്രണ്ട് സീറ്റിൽ ബാഗ് എങ്ങനെയൊക്കെയോ വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അങ്ങനെ 10 മണി കഴിഞ്ഞ സമയത്ത് നമ്മുടെ ബസ് എടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റിൽ കയറിയിരുന്നെങ്കിലും ഇത് കണ്ടക്ടറെ സീറ്റായിരുന്നു. വേറെ സീറ്റ് കിട്ടുന്നത് പോയിട്ട് ബസ്സിനകത്ത് നിൽക്കാൻ പോലും സ്ഥലമില്ല. സുൽത്താൻ ബത്തേരി KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ്. ഇവിടെ കണ്ടോ, ഇത്രത്തോളം ആളുകൾ ഇനിയും ബസ്സിനകത്തേക്ക് കയറാനുണ്ട്. പ്രിയദർശിനി ബസ്സുകൾ വന്നതിന് ശേഷം ഇതേപോലത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ്സിനകത്ത് തന്നെ 5 or 6 ആണുങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സ്ത്രീകളാണ്. ഈ ഒരു ബസ്സിനകത്തുള്ള കണ്ടക്ടർക്ക് ടിക്കറ്റ് അടിച്ചാൽ മാത്രം മതി. പൈസ വാങ്ങാനാകെ 4 or 5 ആളുകളേ ഉള്ളൂ. അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്ന് മുത്തങ്ങ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ്. ഇവിടുന്ന് അങ്ങോട്ട് കാട് തുടങ്ങാണ്. ഇവിടെയാണ് പൊൻകുഴി ക്ഷേത്രമുള്ളത്. നമ്മൾ കുറച്ച് ദൂരം മുത്തങ്ങ കാടിനുള്ളിലൂടെയൊക്കെ യാത്ര ചെയ്ത് ഇവിടുന്ന് അങ്ങോട്ട് ബന്ദിപ്പൂ ടൈഗർ റിസർവ് തുടങ്ങുക. അങ്ങനെ കാടിനുള്ളിലൂടെ മുൻപോട്ട് വരുന്ന സമയത്ത് ഇതാ കുറച്ച് ആനകളെ കണ്ടിട്ടുണ്ട്. ഒരു 5-6 ആനകളുണ്ട്. പക്ഷെ പെട്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ 6 മണിയാവുന്ന സമയത്താണ് ഈ ഒരു ചെക്ക് പോസ്റ്റൊക്കെ ഓപ്പൺ ആകുക. ആ ഒരു സമയത്ത് ഈ ഒരു കാടിനുള്ളിൽ കയറിയാലേ മൃഗങ്ങളെ കാണുക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ ഇതേപോലെ സൂര്യകാന്തി പാടമൊക്കെ കാണാൻ വരുന്നുണ്ടെങ്കിലേ 10 മണിയുടെ ബസ്സൊന്ന് മാറ്റിപ്പിടിക്കായിരിക്കും നന്നാവുക. പൊതുവെ ഈ ഒരു ബസ്സിനകത്ത് നല്ല തിരക്കാണ്. രാവിലെ 6 മണിക്കും 7 മണിക്കും 9 മണിക്കും ഒക്കെ ബസ്സുകളുണ്ട്. ആ ഒരു ബസ്സിനകത്തൊക്കെ തിരക്ക് കുറവായിരിക്കും. പിന്നെ രാവിലെ നേരത്തെ വരുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ കാഴ്ചകൾ കാണാൻ നമുക്ക് ഒരുപാട് സമയം കിട്ടുകയും ചെയ്യും. നമ്മളിപ്പം പോകുന്നത് പോലെ സൂര്യകാന്തി പാടവും മുന്തിരിത്തോട്ടവും ഒക്കെ കാണാൻ വേണ്ടി വരാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പം പേടിച്ചിട്ട് വരാത്ത ആളുകളും ഉണ്ടാവും. ഇവിടേക്ക് വന്നിട്ട് ബസ് കിട്ടുമോ ഇല്ലെങ്കിൽ തിരിച്ചു വരാനാവോ പെട്ടുപോകുമോ എന്നൊക്കെ പേടിച്ച് നിൽക്കുന്ന ആളുകളുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നേരെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ബസ് കയറുക. ആദ്യം തന്നെ സൂര്യകാന്തി പാടം, പിന്നെ മുന്തിരിത്തോട്ടം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുണ്ടിൽപേട്ടയിൽ പോയിട്ട് ഹിമവത് ഗോപാൽസ്വാമി ടെമ്പിൾ ഉണ്ട്. ഇവിടത്തേക്ക് എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും പോകാൻ പറ്റും. ഇവിടെയൊക്കെ പോയിട്ട് നമുക്ക് തിരിച്ചു വരാനേ ഒരു ദിവസം മാത്രം മതി. ഇത് നമ്മുടെ ടിക്കറ്റാണ്. 77 രൂപയാണ് നമുക്ക് ടിക്കറ്റ് ആയിട്ടുള്ളത്. സ്ത്രീകൾക്കാണെങ്കിൽ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബസ്സിനകത്ത് ഇത്രയും ആളുകൾ. അങ്ങനെ ഒരുപാട് നേരം കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് നമ്മളിതാ ബന്ദിപ്പൂ ടൈഗർ റിസർവിൻ്റെ കവാടത്തിൽ എത്തിയിട്ടുണ്ട്. കാട് കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും തന്നെ 2 ഭാഗത്തും സൂര്യകാന്തി പാടങ്ങളൊക്കെ കാണാനുണ്ട്. വളരെ കുറച്ച് മുൻപോട്ട് പോകുമ്പോഴേക്കും നമുക്ക് ഇറങ്ങാനുള്ള സ്ഥലമെത്തും. ഈ ഒരു ബസ് നേരെ പോകുന്നതിനി ഗുണ്ടിൽപേട്ടയിലേക്കാണ്. നമ്മൾ ബസ് ഇറങ്ങിയതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതേപോലെ ചെട്ടിയും അതേപോലെ തന്നെ സൂര്യകാന്തിയും ഒക്കെ കാണാനുണ്ട്. ഈ നിൽക്കുന്ന ആളുകളെല്ലാം നമ്മുടെ ബസ്സിനകത്ത് വന്നിട്ടുള്ള ആളുകളാണ്. നമുക്ക് ഇവിടുത്തെ തോട്ടത്തിനുള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ആളുകൾക്ക് 20 രൂപ കൊടുക്കണം. 20 രൂപ കൊടുത്താലും നഷ്ടമല്ല. നമുക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഇതേപോലത്തെ പൂന്തോട്ടത്തിനുള്ളിലൊക്കെ പോയിട്ടൊരു ഫോട്ടോ എങ്കിലും എടുക്കാതെ എങ്ങനെയാണ് തിരിച്ചു പോവുക?
നമ്മൾ നിൽക്കുന്ന ഈ ഒരു റോഡിൻ്റെ മുകളിൽ നിന്നും എങ്ങോട്ട് നോക്കിയാലും ഇതേപോലത്തെ പൂപ്പാടങ്ങൾ തന്നെയാണ്. നമ്മുടെ ഓണം കഴിഞ്ഞ് വളരെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതെല്ലാം അങ്ങ് വാടും. പിന്നെ ഈ ഒരു സൂര്യകാന്തി ഒന്നും നമുക്ക് ഓണത്തിന് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ പൂക്കൾ ഒരുവിധം എല്ലാം പോകുന്നത് പെയിൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. കുറച്ചും കൂടെ മുൻപോട്ടെത്തി നമ്മളൊരു ചെട്ടിത്തോട്ടത്തിൽ പോകുന്നുണ്ട്. അവിടുന്ന് ഞാൻ കാണിച്ചു തരാം. അവരത് പറിച്ചിട്ട് ചാക്കിലാക്കുന്ന കാഴ്ചകളൊക്കെ. സൂര്യൻ ഏത് ഭാഗത്താണോ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നോക്കി നിൽക്കും. എല്ലാം നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഇതാ കുതിര സഫാരിയൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ വണ്ടി എടുത്ത് വരുന്ന സമയത്ത് ഇവിടെയൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ ഉൾഗ്രാമങ്ങളിലേക്ക് പോയാലേ നല്ല അടിപൊളിയായിട്ടുള്ള തോട്ടങ്ങൾ ഒരുപാട് കാണാനുണ്ടാവും. ബസ്സിനകത്ത് വരുന്ന സമയത്ത് ഇവിടെ ഇറങ്ങിയിട്ട് പൂപ്പാടം കാണാം. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ ഗോപാൽസ്വാമിപേട്ട റോഡിന് പോകുന്നുണ്ട്. അവിടെയുണ്ട് സൂര്യകാന്തിപ്പാടം. ഇവിടെ ഇപ്പം ചെട്ടിപ്പൂ പറയ്ക്കുന്നുണ്ട്. ഇപ്പം പറയ്ക്കുന്ന പൂക്കളൊക്കെ പോകുന്നതേ പെയിൻറ്റിന് വേണ്ടിയിട്ടാണ്. അത് കണ്ടോ, ചാക്കിലൊക്കെ ചവിട്ടിയിട്ട് താഴ്ത്തുന്നത്. എന്തായാലും കുറച്ച് സമയം ഇവരുടെ അടുത്തൊക്കെ നിന്ന് പിന്നെ ഇവരെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ പോന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടിലിപ്പം നല്ല മഴയാണ്. വെള്ളപ്പൊക്കവും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും ഇവിടെ മഴ വളരെ കുറവാണ്. പ്രിയദർശിനി ബസ്സിനകത്ത് ഇതേപോലത്തെ സ്ഥലങ്ങളിലേക്ക് പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നോക്കിയാൽ മതി. ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ KSRTC ബസ്സിനകത്ത് പോയിട്ടുണ്ട്. ഇപ്പം ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലേക്കും പ്രിയദർശിനി ബസ് ആയതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അവിടെയൊക്കെ പോയിട്ട് വരാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ പോകുന്ന യാത്രകളെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിലും പോസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ Free20 പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയാനും പറ്റും. എന്തായാലും ഇവിടുത്തെ പൂപ്പാടം കണ്ട് റോഡുമ്മൽ എത്തിയപ്പോഴേക്കും നമുക്കൊരു ബസ് കിട്ടി. എന്തായാലും ബസ്സിനകത്ത് കയറിയിട്ട് നമ്മൾ പോകുന്നത് ഇനി മുന്തിരിത്തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ഈ ഒരു ബസ്സിനകത്ത് കയറിയിട്ടാണ് നമ്മളിവിടെ ഇറങ്ങിയിട്ടുള്ളത്. ടോൾ പ്ലാസ കഴിഞ്ഞ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങേണ്ടത്. ഇവിടെ ഇതാ വലിയ ബോർഡും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല പോലെ ആളുകളുണ്ട്. പിന്നെ കച്ചവടങ്ങളും ഉണ്ട്. സൂര്യകാന്തി തോട്ടം കണ്ട് മുന്തിരിത്തോട്ടത്തിനടുത്തേക്ക് എങ്ങനെ പോകുമെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കണ്ട. അവിടെ ഓട്ടോ ഉണ്ട്. ഒരാൾക്ക് 30-35 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. എന്തായാലും ഈ ഒരു മുന്തിരിത്തോട്ടത്തിൽ അത്യാവശ്യം നല്ല പോലെ മുന്തിരി ഉണ്ട് കേട്ടോ. നമ്മളിതിനു മുൻപ് മുന്തിരി കാണാൻ പോയത് കമ്പത്താണ്. ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിനകത്തുണ്ട്. ഇവിടേക്ക് കയറുന്ന സമയത്ത് പ്രത്യേകം പറയുന്നുണ്ട് മുന്തിരി പറിച്ച് തിന്നരുതെന്ന്. എങ്കിലും അവിടെ നിന്നൊക്കെ ആളുകൾ കാണാതെ പറിച്ച് തിന്നുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു മുന്തിരിയുടെ മുകളിലെ പക്ഷിയും പ്രാണിയും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പോലെ ഇവർ മരുന്നടിക്കുന്നുണ്ട്. നമ്മളിതാരും കാണാതെ പറിച്ച് തിന്നുന്നതേ ഈ ഒരു മുന്തിരിയുടെ മധുരം മാത്രമല്ല, ഇതിൻ്റെ മുകളിൽ അടിച്ചിട്ടുള്ള വിഷവും കൂടിയാണ്. അങ്ങനെ മുന്തിരിത്തോട്ടത്തിനുള്ളിലൂടെയൊക്കെ കുറച്ച് ദൂരം നടന്ന് പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു. ഈ ഒരു മുന്തിരിത്തോട്ടത്തിനുള്ളിലേക്ക് കയറണമെങ്കിലും ഒരാൾക്ക് 25 രൂപ കൊടുക്കണം കേട്ടോ. അങ്ങനെ മുന്തിരിത്തോട്ടം കണ്ട് റോഡുമ്മലെത്തിയപ്പോഴേക്കും നമുക്ക് ഗുണ്ടിൽപേട്ടയിലേക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇത് സുൽത്താൻ ബത്തേരിയിൽ നിന്നും 12 മണിക്ക് എടുക്കുന്ന ബസ്സാണ്. ഇതാണ് ഗുണ്ടിൽപേട്ട ബസ് സ്റ്റാൻഡ്. ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബസ് കണ്ടോ, അതാണ് ഗോപാൽസ്വാമിപേട്ടയിലേക്ക് പോകുന്ന ബസ്. അവിടത്തേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ആ ഒരു ഭാഗത്ത് തന്നെയാണ് നിർത്താറുള്ളത്. അങ്ങനെ കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഹങ്കള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ട് നമ്മളങ്ങ് പോവും. ഈ റോഡ് നേരെ പോയാൽ ഗൂഡല്ലൂരാണ്. അതിനു മുൻപ് മുതുമലൈ ടൈഗർ റിസർവും അതോടൊപ്പം തന്നെ ബന്ദിപ്പൂ ടൈഗർ റിസർവിൻ്റെ കാടും കഴിയണം. പിന്നെ ഈ ഒരു ഭാഗത്തെ റോഡും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇവിടുന്ന് ഇങ്ങോട്ട് കയറി കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും 2 ഭാഗത്തും പൂപ്പാടങ്ങൾ തന്നെയാണ് കാണാനുള്ളത്. നിങ്ങൾ സൂര്യകാന്തിയും മുന്തിരിത്തോട്ടവും ഒക്കെ കാണാൻ വരുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് കണ്ടിട്ട് പോകണം. ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ട് ഇവിടെ എത്തിയിട്ട് ഇത് കാണാതെ പോയാൽ അതൊരു വലിയ നഷ്ടമാവും.
അങ്ങനെ മുൻപോട്ട് വന്ന് ബന്ദിപ്പൂ ടൈഗർ റിസർവിൻ്റെ കവാടത്തിനടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് മുകളിലേക്ക് ഇനി ഇവിടുത്തെ ബസ്സിനകത്ത് പോകണം. ഈ കാണുന്ന ആളുകളൊക്കെ ബസ്സിന് ടിക്കറ്റ് എടുക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ കുറച്ച് സമയം നമ്മളും വരിക്കുന്ന 70 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. ഈ കാണുന്ന ബസ്സിനകത്താട്ടോ പോകേണ്ടത്. 70 രൂപ എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റാണ്. നല്ല തിരക്കൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ബസ്സിനകത്ത് കയറിയിട്ട് നിങ്ങൾ മുകളിലേക്ക് പോവുകയാണെങ്കിലേ ഇതേപോലത്തെ കാഴ്ചകൾ കാണാനുണ്ട്. താഴെ ഭാഗത്തേക്ക് ഈ കാണുന്നതെല്ലാം പൂപ്പാടങ്ങളാണ്. ചിലപ്പം നമ്മൾ നേരത്തെ പോയിട്ടുള്ള സൂര്യകാന്തി പാടമൊക്കെ ഇവിടുന്ന് കാണുന്നുണ്ടാവും. അങ്ങനെ കയറ്റം കയറി മുകളിലേക്ക് എത്തി ഹിമവത് ഗോപാൽസ്വാമി ടെമ്പിളിലേക്ക് നമ്മളിതാ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയ സമയത്ത് അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഇതേപോലെയാണ് അവസ്ഥ. പെട്ടെന്ന് കോടമഞ്ഞ് ഇങ്ങനെ ഓടി വന്നിട്ടുണ്ട്. കോടമഞ്ഞും കാറ്റും തണുപ്പും ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുകയും കൂടിയില്ല. നമ്മളിപ്പം മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കാടിനുള്ളിലാണ് ഉള്ളത്. ഈ കാണുന്ന കുന്നിൻ്റെ മുകളിലൊക്കെ ചിലപ്പം ആനകളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്തായാലും പറഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല പോലെ മഴ പെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പ്രസാദം ഉണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് വന്നാൽ ഇവിടെ ചോറും കിട്ടും പ്രസാദവും കിട്ടും. ഇവരൊക്കെ പ്രസാദം കഴിക്കുക. എന്തായാലും ഞാനും പോയിട്ട് ചോറും പ്രസാദവും ഒക്കെ വാങ്ങിയിട്ട് കഴിച്ചു. അങ്ങനെ കുറച്ച് സമയം ഇവിടുത്തെ കാഴ്ചകളും കണ്ട് നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് തന്നെ തിരിച്ചു പോവാണ്. വൈകുന്നേരം 4 മണി വരെ മാത്രമാണ് ഇങ്ങോട്ട് വരാൻ പറ്റുക. നമ്മൾ ഇങ്ങോട്ട് വരുന്ന ബസ്സിനകത്ത് തന്നെ അങ്ങോട്ട് പോകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഏതെങ്കിലും ഒരു ബസ്സിനകത്ത് കയറിയിട്ട് പോയാൽ മതി. അതേപോലെ തന്നെ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഇങ്ങോട്ട് വരുന്നുണ്ട്. ക്ഷേത്രം കാണാൻ വരുന്ന ആളുകൾ വളരെ കുറവാണ്. ഇവിടുത്തെ ഈ ഒരു ഭംഗിയും ഇവിടുത്തെ ഈ ഒരു ആംബിയൻസ് ആസ്വദിക്കാൻ വരുന്ന ആളുകളാണ് ഒരുവിധം എല്ലാവരും. താഴെ ഭാഗത്തെത്തിയിട്ടേ നമ്മൾ ബസ് ഇറങ്ങിയതിൻ്റെ തൊട്ടടുത്തുള്ള സൂര്യകാന്തി പാടാണിത്. ശരിക്കും കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ. എല്ലാം ഇപ്പോൾ ഇങ്ങനെ സൂര്യനെയും നോക്കി നിൽക്കുകയാണ്. നീലഗിരി കുന്നുകളുടെ പശ്ചാത്തലത്തിലെ കണ്ണെത്താ ദൂരത്തോളം ഇങ്ങനെ കിലോമീറ്റർ കണക്കിനെ പൂപ്പാടങ്ങൾ ഇവിടുന്ന് കാണാനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പൂപ്പാടത്തിൻ്റെ നടുവിലെ മരത്തിൻ്റെ മുകളിൽ കണ്ടോ ഒരു ഏറുമാടം. അതിൻ്റെ മുകളിൽ ആളുകൾ കാവൽ നിൽക്കുന്നതാണ് രാത്രിയിൽ. എന്തായാലും ഇവിടുത്തെ തൊട്ടടുത്തുള്ളൊരു വീടിനടുത്തുകൂടെയൊക്കെ പോയിട്ടേ കുറച്ചും കൂടെ പൂപ്പാടങ്ങളൊക്കെ കണ്ട് അങ്ങനെ കുറേ സമയം അവിടെയൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും ഗുണ്ടിൽപേട്ടയിൽ എത്തിയിട്ടുണ്ട്. അങ്ങോട്ട് പോകാനും ഇങ്ങോട്ട് വരാനും ഒക്കെ ബസ്സുകളുണ്ട്. അതുകൊണ്ട് തന്നെ 4 മണിയുടെ ഈ ഒരു പ്രിയദർശിനി ബസ്സിനകത്താണ് നമ്മൾ തിരിച്ചു പോയിട്ടുള്ളത്. അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.